ഹായ്, മൈ ലൈഫ് സ്റ്റോറി എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11 ഇന്ന് എൻ്റെ വല്യമ്മയുടെ ഓർമ്മ ദിവസമാണ്. 25 വർഷമായി നമ്മളെ വിട്ടു പോയിട്ട്. ഞാൻ എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങളുടെ പിള്ളേരെ കളിപ്പിക്കുകയും എടുക്കുകയും കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കും അങ്ങനെ ഒരു ബാല്യം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ളത് അമ്മയുടെ കയ്യിൽ നിന്നും അമ്മയുടെ ചാച്ചൻ്റെ കയ്യിൽ നിന്നൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ആ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളും അമ്മ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്ന ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഞാൻ. അതുപോലെ ചില സമയത്ത് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ല, എപ്പോഴും ചെറിയ ചെറിയ ഓർമ്മകൾ. എന്നാലും എൻ്റെ സഹോദരങ്ങളുടെ പിള്ളേരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയയാണ്. കാരണം അവർക്ക് അവരുടെ അമ്മയുടെ അമ്മ അല്ലെ അച്ഛൻ്റെ അമ്മ അതെല്ലാം ഉണ്ടല്ലോ, അവർ കൊഞ്ചിക്കുന്നതെല്ലാം കാണുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കും അങ്ങനെ വല്യമ്മയും വല്യപ്പനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കൊഞ്ചിക്കലില്ല ആളെയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഒരു അസൂയകരമായ ഒരു കാര്യങ്ങൾ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. എൻ്റെ വല്യമ്മ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോകുന്ന ആ സമയത്ത് അതൊരു ഞായറാഴ്ചയായിരുന്നു. നല്ല വ്യക്തമായിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. വ്യക്തമായ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഈ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു പാട്ടുണ്ട്, മരിച്ചവരുടെ ഒരു പാട്ടുണ്ട്, മരണം വരുമൊരു നാൾ ഓർക്കുക മറത്തിയ നീ. അങ്ങനെ ആ പാട്ടെൻ്റെ മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് ഒരു സുഹൃത്തിനോട് പറഞ്ഞിടാ ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അനൂപ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, അറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ അതിനുശേഷം ഞാൻ വേദപാഠം വിട്ട് ഒരു 1:30-2 മണിയാകുമ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കീപ്പിളി വീട്ടിലെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ കീപ്പള്ളിയിൽ പോകുന്നു. അങ്ങനെ അമ്മേനെ കണ്ടു. എന്തോ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഓർത്തൊരു സങ്കടം കാര്യങ്ങൾ എല്ലാം. ആ സമയത്ത് അന്ന് നൈറ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് 1000-ൻ്റെ ഒറ്റ നോട്ട് ഞാൻ കാണുന്നത്. ആ ഇടയ്ക്കാണ്, ആ സമയത്താണ് 1000-ൻ്റെ നോട്ട് ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ആരോ കൊണ്ടുവന്നായിരുന്നു ഇങ്ങനെ, ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് വന്നപ്പോഴോ ആരോ കൊണ്ടുവന്നോ അങ്ങനെ എന്തോ, അങ്ങനെയാണ് ആദ്യമായിട്ട് 1000-ൻ്റെ നോട്ട് ഞാൻ കാണുന്നത്. പിന്നെ അടുത്ത ദിവസം പള്ളിയിലേക്ക് കൊണ്ടുവന്ന ആ സമയത്തിന് ഭയങ്കര സങ്കടം, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ വേറൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, അവിടെ പത്രത്തിലോ ടി വിയിലോ എന്തോ കണ്ടായിരുന്നു, ഇങ്ങനെ മരിച്ചുപോയ ആൾ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നെന്നോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, അതിൻ്റെ ഉള്ളിൽ കിടന്ന് പേടിക്കുമോ, കരയുമോ എന്നൊക്കെ ഒരു പേടി കാര്യങ്ങൾ, അതൊക്കെ കണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ അല്ലെങ്കിലും ചെറുപ്പകാലങ്ങളിൽ ഞാൻ മരിച്ച അടക്കുകളിൽ ഞാൻ പങ്കെടുക്കാറില്ല. കാരണം ഉള്ള അവസരങ്ങളിൽ ഞാൻ കരയും. എനിക്കത് ഭയങ്കര സങ്കടപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ മരിച്ച അടക്കുകളിൽ പങ്കെടുക്കാറില്ല. അങ്ങനെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ ഒരു എന്താ പറയുക, ഞാൻ സങ്കടകരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. അതുപോലെ അങ്ങനെ സങ്കടകരമായ സാഹചര്യങ്ങളിൽ ഞാൻ പോകാറില്ല. എൻ്റെ മനസ്സിന് ഭയങ്കര ഫീലാവും. അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം പിടിച്ചൊരു കാര്യമാണ് അത്. അങ്ങനെ ചില ഓർമ്മകൾ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ മൈ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന സംഭവത്തിൽ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മുടെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്നാലും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അമ്മയെ.